ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിനാണ് തലസ്ഥാന നഗരി സാക്ഷ്യം വഹിക്കുന്നത്. ജൻ ടി വിയിലൂടെ നമ്മൾ പ്രേക്ഷകരിലേക്ക് തത്സമയം ആറാട്ട് വിശേഷങ്ങൾ എത്തിക്കുകയാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നടയിലാണ് ഞാനുള്ളത്. ഇപ്പോൾ തന്നെ നിരവധി ഭക്തർ എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ആറാട്ട് ഘോഷയാത്രയ്ക്കായിട്ടുള്ള ചടങ്ങുകളെല്ലാം ആരംഭിച്ചിട്ടുണ്ട്. ആനയടക്കം ഇവിടെ എത്തിയിട്ടുണ്ട്. പഞ്ചവാദ്യ മേളങ്ങളടക്കമുണ്ട്. ആ ഒരു ആറാട്ട് ആഘോഷത്തിന്റെ ആ ഒരു പാരമ്യ നിമിഷങ്ങളിലേക്ക് ഇനി വളരെ ചുരുങ്ങിയ സമയം മാത്രമേ ഉള്ളൂ. തലസ്ഥാന നഗരി ആറാട്ട് ആഘോഷത്തിനുള്ള കാത്തിരിപ്പിലാണ്. ഭഗവാന്റെ അല്പസമയങ്ങൾക്കകം ക്ഷേത്രത്തിലെ ചടങ്ങുകൾ പൂർത്തിയാക്കിയതിനു ശേഷം ഭഗവാന് ഘോഷയാത്രയായി ശംഖുമുഖത്തെ ആറാട്ട് കടവിലേക്ക് ഘോഷയാത്രയുടെ അകമ്പടിയോടുകൂടിയായിരിക്കും ഇവിടുന്ന് ക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുപോവുക. ഇപ്പോൾ തന്നെ നിരവധി ഭക്തർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ ഒരു ചടങ്ങ് ഭക്തിസാന്ദ്രമായ ഒരു ചടങ്ങ് വീക്ഷിക്കുന്നതിനായിട്ട് ക്ഷേത്ര പരിസരത്തും വലിയൊരു തിരക്കാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നടയിൽ നിന്ന് ഘോഷയാത്രയായിട്ടാണ് ശംഖുമുഖം തീരത്തേക്ക് പോവുക. ശംഖുമുഖം തീരത്തേക്ക് പോകുന്നതിന് മുമ്പ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത, തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിന്റെ അകത്തുകൂടി 4 മണിക്കൂർ ഈ രാജ്യാന്തര വിമാനത്താവളത്തിലുള്ള ബാക്കി നടപടിക്രമങ്ങളെല്ലാം നിർത്തിവെച്ചിരിക്കുകയാണ്. അതായത് ഈ ആറാട്ട് ഘോഷയാത്ര കടന്നു പോകുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ ക്ഷേത്രത്തിലേക്ക് ആറാട്ട് ഘോഷയാത്രയുടെ ഭാഗമായിട്ടുള്ള ഗജവീരന്മാരെ എത്തിക്കുന്നതിന്റെ കാഴ്ചയാണ് തത്സമയം കാണുന്നത്. നിരവധി പേർ ഈ ഒരു ഘോഷയാത്രയുമായി ബന്ധപ്പെട്ട് ക്ഷേത്രത്തിലേക്ക് ദർശനം നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ ആ ഒരു ഘോഷയാത്ര ചടങ്ങുകൾ കാണുവാൻ കാത്തു നിൽക്കുന്നവരെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ ഇന്ന് സ്വാമിയുടെ ആറാട്ടോടനുബന്ധിച്ച് ഇന്ന് തലസ്ഥാന നഗരിക്ക് ഉച്ചയ്ക്ക് ശേഷം അവധി നൽകിയിരിക്കുകയാണ്. ഈ ഒരു ചടങ്ങ് വീക്ഷിക്കുവാൻ സംസ്ഥാനത്തിന്റെ പുറത്തുനിന്നും അകത്തുനിന്നുമൊക്കെ നിരവധി പേരാണ് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. 4:50 അല്ലെങ്കിൽ 5 മണിയോടുകൂടി ആ ഒരു സമയക്രമമാണ് ഇപ്പോൾ പറയുന്നത്. 4:30 ശേഷം എന്തായാലും ആറാട്ട് ഘോഷയാത്ര ക്ഷേത്രത്തിൽ നിന്നും ശംഖുമുഖം തീരത്തേക്ക് പുറപ്പെടുന്നതായിരിക്കും. ശംഖുമുഖം ആറാട്ട് കടവിൽ വെച്ചാണ് ഈ ആറാട്ട് ചടങ്ങുകൾ നടക്കുക. ഭക്തിസാന്ദ്രമായൊരു അന്തരീക്ഷത്തിലാണ് തലസ്ഥാന നഗരി ആകെ. ആ ഒരു ആറാട്ട് കാഴ്ചകൾക്കും ഒപ്പം തന്നെ ഭഗവാനെ കണ്ട് തൊഴുന്നതിനായിട്ട് നിരവധി ഭക്തരാണ് ക്ഷേത്രത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ക്ഷേത്രത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ഇത്തരത്തിൽ ഈ ഘോഷയാത്ര കടന്നു പോകുന്ന വിവിധ ഭാഗങ്ങളിൽ ഇപ്പോൾ തന്നെ ഭക്തജനങ്ങൾ എത്തി തുടങ്ങിയിട്ടുണ്ട്. നഗരവീഥികളിലടക്കം ഭക്തർ കാത്തു നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഭഗവാനെ ഒരു നോക്ക് കാണുക, ആ ഒരു അനുഗ്രഹം തേടുകി നിരവധി പേരാണ് തലസ്ഥാനത്തേക്ക് ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്നത്. പടിഞ്ഞാറേ നടയിൽ അല്പസമയങ്ങൾക്കകം ക്ഷേത്രത്തിലെ ചടങ്ങുകൾ പൂർത്തിയാക്കിയതിനു ശേഷം ആറാട്ട് ഘോഷയാത്ര ആരംഭിക്കുന്നതായിരിക്കും. നീലിമ, വീണ, ഇവിടെ ഏറ്റവും വലിയൊരു സവിശേഷത എന്ന് പറയുന്നത് ഈ ആറാട്ട് ഘോഷയാത്ര കടന്നു പോകുമ്പോൾ തിരുവനന്തപുരം വിമാനത്താവളത്തിലെ റൺവേ ഈ സമയത്ത് അടച്ചിടുമെന്നുള്ളതാണ്. 4 മണിക്കൂർ റൺവേ അടച്ചിടുകയാണ് ഈ ആറാട്ട് ഘോഷയാത്ര കടന്നു പോകുന്നതിനായി. ഒരുപക്ഷെ ലോകത്ത് ഒരു എയർപോർട്ടിൽ പോലും ഇത്തരത്തിൽ ഒരു ഘോഷയാത്ര കടന്നു പോകുമ്പോൾ ഇത്തരം റൺവേ ഒന്നും അടച്ചിടുന്ന പരിപാടിയില്ല. ഇവിടെ ഏറ്റവും സവിശേഷമായ കാര്യം, ഇവിടെ പത്മനാഭസ്വാമിയുടെ എഴുന്നള്ളത്ത് നടക്കുമ്പോൾ ആ റൺവേ അടക്കം അടച്ചിട്ടുകൊണ്ടാണ് ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കുന്നത്. അത്തരം വിശേഷങ്ങളിലേക്ക് കൂടി നമുക്കൊന്ന് പോകാം. തീർച്ചയായും നീലിമ സൂചിപ്പിച്ചതുപോലെ തന്നെ ലോകത്തെവിടെയും കാണാൻ കഴിയാത്തൊരു കാഴ്ച അത് തന്നെയാണ്. അതായത് രാജ്യാന്തര വിമാനത്താവളം റൺവേ അടച്ചിടുന്നു എന്നുള്ളതാണ്. പൂർണ്ണമായി ഇത്തരത്തിൽ ഈ ഒരു ഗതാഗതം, അതായത് വ്യോമ ഗതാഗതം പൂർണ്ണമായി നിർത്തിവെക്കുന്നു 4 മണിക്കൂർ എന്നുള്ളതാണ്. അത് ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും എടുത്തു പറയാനുള്ളത്, ഈ വർഷങ്ങൾ പഴക്കമുള്ള ഈ ചടങ്ങിന് പഴക്കമേറെയുണ്ട്. ഒപ്പം തന്നെ പരമ്പരാഗത രീതിയിൽ ആ പഴമയൊട്ടും ചോരാത്ത രീതിയിലാണ് ഇപ്പോഴും പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഈ ചടങ്ങുകൾ ഇപ്പോഴും ഓരോ വർഷവും നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. വർഷത്തിൽ 2 തവണയാണ് ഇത്തരത്തിൽ ഉത്സവം നടക്കുക. ഒന്ന് പൈങ്കുനി ഉത്സവവും ഒന്ന് അൽപ്പശി ഉത്സവവുമാണ്. ഈ അൽപ്പശി ഉത്സവവുമായി ബന്ധപ്പെട്ടാണ് ഭഗവാന്റെ ഇതുമായി ബന്ധപ്പെട്ട ആറാട്ട് നടത്തുക. ഈ വർഷങ്ങളായി തന്നെ പരമ്പരാഗതമായി ഈ ഒരു ഘോഷയാത്ര കടന്നു പോകുന്ന വീഥി കൂടിയാണ് ഈ രാജ്യാന്തര വിമാനത്താവളം. എല്ലാ കൊല്ലവും ഇത്തരത്തിൽ തന്നെ 4 മണിക്കൂറോളം ഈ വിമാനത്താവളത്തിലെ മുഴുവൻ വിമാനത്താവളത്തിലെ പ്രവർത്തനങ്ങളെല്ലാം നിർത്തിവെച്ച് റൺവേ അടച്ചിടുന്ന ഒരു സ്ഥിതി എല്ലാ വർഷവും ഉണ്ട്. ലോകത്ത് ഒരിടത്തും കാണാൻ കഴിയാത്ത, തിരുവനന്തപുരം നഗരത്തിന് മാത്രം അവകാശപ്പെട്ട ഒരു ചടങ്ങുകൾക്കാണ് ഇനി നിമിഷങ്ങൾ മാത്രം ബാക്കിയുള്ളത് എന്നുള്ളതാണ്. നിരവധി പേർ ഇപ്പോൾ തന്നെ എത്തുന്നുണ്ട്. അത് മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് നഗരവീഥികളിലടക്കം ഈ ഭഗവാനെ കണ്ട് തൊഴുന്നതിനായിട്ട് ഭക്തർ നിരവധി പേർ ഇപ്പോഴും കാത്തു നിൽക്കുന്നുണ്ട്. ക്ഷേത്ര അങ്കണത്തിലേക്ക് എത്തുന്നവരെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു നിമിഷങ്ങൾക്കായിട്ട് ഭക്തർ കാത്തു നിൽക്കുകയാണ്. ഈ ചടങ്ങുകൾ ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ആരംഭിക്കുമ്പോൾ 3ാമത്തെ ഗജവീരനും ക്ഷേത്രത്തിലേക്ക് വരുന്നതിൻ്റെ കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്.
പഞ്ചവാദ്യ മേളങ്ങളോട് കൂടിയാണ് ക്ഷേത്രത്തിലേക്ക് ഓരോ ഗജവീരന്മാരും എത്തിക്കൊണ്ടിരിക്കുന്നത്. ക്ഷേത്രത്തിൽ തുടർന്ന് ശീവേലി കാണും. ശീവേലി ചടങ്ങുകളും മറ്റ് ചടങ്ങുകൾക്ക് ശേഷമായിരിക്കും പടിഞ്ഞാറേ നടയിൽ നിന്ന് ഈ ഘോഷയാത്ര, ആറാട്ട് ഘോഷയാത്ര പുറപ്പെടുക. 5 മണിയോട് കൂടിയായിരിക്കും ഈ ഒരു ഘോഷയാത്ര പുറപ്പെടുക. ആ ഒരു നിമിഷങ്ങൾക്കായിട്ടാണ് അക്ഷമരായി കാത്തു നിൽക്കുന്ന ഭക്തരെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നീലിമ, പത്മനാഭസ്വാമി ക്ഷേത്രത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 2 ഉത്സവകാലങ്ങളാണല്ലോ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഒന്ന് അൽപ്പശിയും ഒന്ന് പൈങ്കുനിയും. ഇപ്പോൾ അൽപ്പശി ഉത്സവത്തിന്റെ ഭാഗമായ പള്ളിവേട്ട ഇന്നലെ രാത്രി നടന്നു. വൈകിട്ട് ശംഖുമുഖം കടത്തിലത്തെ ആറാട്ടുകടവിൽ നടക്കുന്ന ആറാട്ടോടുകൂടി ഈ അൽപ്പശി ഉത്സവത്തിന് കൊടിയിറങ്ങുകയാണ്. എങ്ങനെയാണ് ഈ ഉത്സവകാലത്തെ നമ്മൾ കാണേണ്ടത്? അവിടെ ഒട്ടേറെ പൗരാണികമായ ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കുന്നുണ്ട് അനന്തപുരി. ഇപ്പോൾ എത്ര സമയത്തിനകം ആറാട്ട് ഘോഷയാത്ര അവിടെ നിന്ന് ആരംഭിക്കും വീണ? നീലിമ, ഈ മാസം 21-നാണ് അൽപ്പശി ഉത്സവ ചടങ്ങുകൾ ആരംഭിച്ചത്. ഈ തുലാം മാസത്തിലാണ് ഇത്തരത്തിലുള്ള ഉത്സവ ചടങ്ങുകൾ, അൽപ്പശി ഉത്സവ ചടങ്ങുകൾ ആരംഭിക്കുന്നത്. ഒരു വർഷത്തിൽ 2 ഉത്സവമാണുള്ളത്. 6 മാസം എന്ന കാലാവധിയിൽ പൈങ്കുനി ഉത്സവവും അതുപോലെ തന്നെ അൽപ്പശി ഉത്സവവും. ഇതിപ്പോൾ അൽപ്പശി ഉത്സവത്തിൻ്റെ അവസാന ദിവസം കൂടിയാണ്. 21-ന് ആരംഭിച്ച ഈ ഒരു ഉത്സവം ഇന്ന് അവസാനിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം, ഇനി നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ഈ ഒരു ആറാട്ട് ചടങ്ങിനായിട്ട്, ആ ഒരു കാഴ്ചകൾക്കായിട്ട്, ആ ഒരു പുണ്യമുഹൂർത്തത്തിനായിട്ട്, ആ ഒരു ഭക്തിസാന്ദ്രമായ നിമിഷങ്ങൾക്കായിട്ടാണ് തലസ്ഥാന നഗരി കാത്തു നിൽക്കുന്നത്. ഈ ചടങ്ങുകളൊക്കെ വീക്ഷിക്കാൻ 21 മുതൽ തന്നെ ക്ഷേത്രത്തിൽ നിരവധി പേരാണ് ദർശനത്തിനായിട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഇന്ന് രാവിലെയും ഒക്കെ ഭക്തജനങ്ങളുടെ വലിയൊരു തിരക്കാണ് ഇവിടെ അനുഭവപ്പെട്ടത്. ഈ ഒരു നിമിഷവും നിരവധി പേർ ഇവിടെ കാത്തു നിൽക്കുന്നുണ്ട്. ക്ഷേത്രത്തിലേക്ക് എത്തുന്നവരുണ്ട്, അതുപോലെ തന്നെ ശംഖുമുഖം തീരത്തേക്ക് പുറപ്പെട്ടവരുണ്ട്, ആറാട്ട് കടവിലേക്ക് പുറപ്പെട്ടവരുണ്ട്. ഒപ്പം തന്നെ ഈ ആറാട്ട് പുറപ്പെടുമ്പോൾ ഭഗവാനെ സ്വീകരിക്കുന്നതിനായിട്ട് ഇവിടെ പടുക്കയടക്കം നിരത്തി കാത്തു നിൽക്കുന്നവരെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. തീർത്തും ഈ ഒരു അവസാനവട്ട ഒരുക്കത്തിലാണ് ഈ ഒരു ഘോഷയാത്രയെ സ്വീകരിക്കുന്നതിനുള്ള, ആറാട്ട് ഘോഷയാത്രയെ സ്വീകരിക്കുന്നതിനുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ് ക്ഷേത്ര പരിസരവും ഒപ്പം തന്നെ തലസ്ഥാന നഗരിയും. ഇപ്പോൾ തന്നെ ഭക്തരുടെ വലിയൊരു തിരക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഗതാഗത നിയന്ത്രണവുമുണ്ട്. ഈ സമയത്തും ക്ഷേത്രത്തിൽ ദർശനത്തിനായി മണിക്കൂറുകളോളം കാത്തു നിൽക്കുന്നവരുണ്ട്. കഴിഞ്ഞ ദിവസം നടന്ന ചടങ്ങുകൾക്കുൾപ്പെടെ ഭക്തജനങ്ങളുടെ വലിയൊരു പങ്കാളിത്തമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഈ ആറാട്ട് ഘോഷയാത്ര ഇവിടെ നിന്ന് ആരംഭിക്കുന്നതായിരിക്കും. നീലിമ, വൈകിട്ട് ശംഖുമുഖം കടവിൽ ആറാട്ട് നടക്കാൻ പോവുകയാണ്. സ്വർണ്ണ ഗരുഡ വാഹനത്തിലാണ് ആറാട്ടിന് പത്മനാഭസ്വാമിയെ എഴുന്നള്ളിക്കുന്നത്. അത് കാണാൻ ഭക്തിയാദരപൂർവ്വം കാത്തു നിൽക്കുന്ന ഭക്തരെയാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 5 മണിയോടെ 4:50 ചടങ്ങുകൾ ആരംഭിക്കുമെന്നാണ് മനസ്സിലാകുന്നത്. നരസിംഹമൂർത്തി, തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി എന്നീ വിഗ്രഹങ്ങളും നഗരത്തിലെ മറ്റ് 4 ക്ഷേത്രങ്ങളിൽ നിന്നുള്ള ആറാട്ട് വിഗ്രഹങ്ങളും ചേർന്ന് കൂടി ആറാട്ടാണ് ശംഖുമുഖത്ത് നടക്കുന്നത്. 31-ന് രാവിലെ ആറാട്ട് കലശം നടക്കും. വീണ, എങ്ങനെയാണ് അവിടുത്തെ അവസാനവട്ട ഒരുക്കങ്ങളൊക്കെ നടക്കുന്നത്? നിലിമ, അവസാനവട്ട ഒരുക്കങ്ങൾ ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ക്ഷേത്രത്തിൽ ഇപ്പോൾ ഗജവീരന്മാർ, അതായത് ഈ ഘോഷയാത്ര അനുഗമിക്കുന്ന 3 ഗജവീരന്മാരും ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ ചടങ്ങുകളൊക്കെ ക്ഷേത്രത്തിൽ ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പോലീസ് സേനയടക്കം വിന്യസിച്ചുകൊണ്ടുള്ള സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. മാത്രമല്ല താലപ്പൊലി ഘോഷയാത്രകൾക്കടക്കമുള്ള വനിതകളടക്കം ഇവിടെ എത്തിയിട്ടുണ്ട്. ആ ഒരു നിമിഷങ്ങൾക്കായിട്ട് അവസാന നിമിഷങ്ങൾക്കായിട്ട് കാത്തു നിൽക്കുന്ന ഭക്തരെയാണ് നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കും. ഒപ്പം തന്നെ പടുക്കയിട്ട് ഈ ഘോഷയാത്ര കടന്നു പോകുന്നിടത്തൊക്കെ ഭഗവാനെ സ്വീകരിക്കുന്നതിനായിട്ട് പടുക്ക ഒരുക്കി കാത്തു നിൽക്കുന്ന ഭക്തരെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവസാനവട്ട ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിരിക്കുകയാണ്. ആ ഒരു നിമിഷത്തിനായിട്ട് കാത്തു നിൽക്കുന്നവരെയാണ് നമുക്ക് ഇപ്പോൾ ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. നഗരവീഥികളിലൊക്കെ ഇത്തരത്തിലുള്ള സുരക്ഷകൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. മാത്രമല്ല ഈ ആറാട്ട് ഘോഷയാത്ര കടന്നു പോകുന്നതിനാൽ തന്നെ തലസ്ഥാന നഗരിക്ക് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അവധി നൽകിയിട്ടുണ്ട്. കൂടാതെ തന്നെ ഗതാഗത ക്രമീകരണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ സുരക്ഷകളൊക്കെ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള സുരക്ഷാ ക്രമങ്ങളും ഒപ്പം തന്നെ മറ്റ് ആറാട്ട് ഘോഷയാത്രയ്ക്കായിട്ടുള്ള ചടങ്ങുകളും ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. 4:30 നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ചാണെങ്കിൽ 4:30 ചടങ്ങുകൾ തുടങ്ങുമ്പോൾ നമുക്ക് ആ ചടങ്ങുകളിലേക്കൊക്കെ, ആ ഭക്തി നിർഭരമായ നിമിഷങ്ങളിലേക്കൊക്കെ മടങ്ങിയെത്താം. തമിഴ് മാസമായ ഐപ്പശി അഥവാ മലയാള മാസമായ തുലാമാസത്തിലാണ്
അൽപ്പശി ഉത്സവം ആഘോഷിക്കുന്നത്. ആറാട്ട് ഘോഷയാത്ര കാണാൻ, ഭഗവാനെ ഒരു നോക്ക് കാണാൻ, പത്മനാഭസ്വാമിയെ ഗരുഡവാഹനത്തിൽ, സ്വർണ്ണ ഗരുഡവാഹനത്തിൽ എഴുന്നള്ളുന്ന പത്മനാഭസ്വാമിയെ ഒരു നോക്ക് കാണാൻ ഭക്തജനങ്ങൾ അനന്തപുരിയിൽ കാത്തുനിൽക്കുകയാണ്.